ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് IPOസിനെ പറ്റിയാണ്. എന്താണ് IPO എന്നും ഒരു IPOയിൽ നമ്മൾ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നും തീരുമാനിക്കാൻ വേണ്ടിയുള്ള തീരുമാനിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതുപോലെ തന്നെ IPO എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് IPOയുടെ ഗുണദോഷങ്ങളെ പറ്റിയും ആയിട്ടുള്ള ഒരു തുറന്ന സംവാദമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളെ വീഡിയോയിലേക്ക് പോകാൻ നോക്കാം. ഇതിനിപ്പോൾ ഒന്നിന് മുമ്പ് ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സോ വീഡിയോ നമുക്ക് തുടങ്ങാം. സോ എന്താണ് ഈ IPO എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. IPO എന്ന് പറയുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ്. ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് IPO അല്ലെങ്കിൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ഇനിഷ്യൽ മീൻസ് ആദ്യമായിട്ടുള്ള, പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ, ഓഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫറിംഗ്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. സോ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് എന്താ ലിസ്റ്റിംഗ് ഗെയിൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. എന്താണ് ലിസ്റ്റിംഗ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, IPO ആയിട്ട് ഒരു കമ്പനി വരുമ്പോൾ അവർക്ക് ഒരു ലിസ്റ്റിംഗ് പ്രൈസ് ഉണ്ടായിരിക്കും. അതായത് അവർ ആദ്യം തന്നെ IPO അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമൊക്കെ തരും. അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ ലിസ്റ്റിംഗ് ഗെയിൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ കമ്പനി പറയുന്നത് 72 രൂപയാണ് മാക്സിമം ഒരു സ്റ്റോക്കിന് തരുന്നത്. പക്ഷെ അത് ലിസ്റ്റ് ചെയ്യുന്ന ആ ദിവസം ലിസ്റ്റ് ചെയ്യുന്നത് 100 രൂപയ്ക്കാണെങ്കിൽ ആ 100 മൈനസ് 72 എന്ന് പറയുന്ന 28 ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലിസ്റ്റിംഗ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇപ്പം നിലവിൽ IPOസിന് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ലിസ്റ്റ് ചെയ്യുന്ന അന്ന് തന്നെ എല്ലാവരും അവരുടെ സ്റ്റോക്ക് വിട്ടിട്ട് പോകും. ഇതാണ് IPOസിൽ നോർമലായിട്ട് നടക്കുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, IPOസ് വരുന്നതും IPOസ് പോകുന്നതും IPOസിന് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റിയൊന്നും ആർക്കും വലിയ ധാരണയില്ല. സോ അതിൽ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രൈമറി ആയിട്ടുള്ള ഉദ്ദേശം. ദാറ്റ് ഈസ് ദ പ്രൈം ഗോൾ ഓഫ് ദിസ് വീഡിയോ. ഓക്കെ, നമുക്കറിയാം കൈറ്റിലാണെങ്കിലും ഗ്രൂയിലാണെങ്കിലും അപ്സ്റ്റോക്സിലാണെങ്കിലും സെറോദയിലാണെങ്കിലും എക്സെട്ര ആയിട്ടുള്ള ബ്രോക്കറേജ് ആപ്സിലാണെങ്കിലും IPOസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. പക്ഷെ IPOസിന് അന്നോ അല്ലെങ്കിൽ അതിനൊരു 3-4 ദിവസം മുമ്പോ ഒക്കെ ആയിരിക്കും ഈ അപ്കമിങ് IPOസ് എന്നൊക്കെ പറഞ്ഞ് കാണുന്ന, ആരും അങ്ങനെ എടുത്ത് നോക്കാറില്ല. പക്ഷേ ഐ വിൽ ഇൻട്രൊഡ്യൂസിങ് വൺ സൈറ്റ്, ന്യൂ സൈറ്റ് ടുഡേ. ആ സൈറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്കമിങ് IPOസും കഴിഞ്ഞു പോയ IPOസും ക്ലോസ് ആയിട്ടുള്ള IPOസും ഗ്രേ മാർക്കറ്റ് പ്രീമിയവും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്താണ് എന്ന് കുറെ പേർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും അല്ലെ. ഗ്രേ മാർക്കറ്റ് പ്രീമിയം വഴിയായിട്ടാണ് നമ്മൾ ഒരു IPOയിൽ അപ്ലൈ ചെയ്യണോ വേണ്ടയോ, അത് ലിസ്റ്റിംഗിന് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് ഈ GMP അഥവാ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IPO ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓഫ് സൈറ്റിൽ അല്ലെങ്കിൽ പബ്ലിക്കിന് ലിസ്റ്റ് ചെയ്യുന്ന, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ കമ്പനിക്ക് കുറെ ഷെയർ ഉണ്ടായിരിക്കും. ആ ഷെയർ ആരെങ്കിലും ഒക്കെ മേടിക്കുന്നോ കൊടുക്കുന്നോ ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഇന്റേണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കും. അങ്ങനെ മേടിക്കുമ്പോൾ ആ സ്റ്റോക്ക് എത്ര രൂപയ്ക്കാണ് മേടിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ GMP കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് ഒരു IPO ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഒക്കെ എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈറ്റ് ഇപ്പം പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആ സൈറ്റ് ഒന്ന് ഡയറക്റ്റ് ഇപ്പം കാണാം. സോ ഗൈസ്, ഞാൻ ഇത്രയും നേരം പൊക്കി പറഞ്ഞുകൊണ്ടിരുന്ന സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആ സൈറ്റ്. Chitogram.com എന്നുള്ളതാണ് ഈ സൈറ്റിന്റെ URL എന്ന് പറയുന്നത്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, സോ ഈ സൈറ്റിൽ എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഈ സൈറ്റിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഈ സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും ഓൾ IPOs കാണാൻ പറ്റും, മെയിൻ ബോർഡ് IPOs ഇവിടെ നമുക്ക് കാണാൻ പറ്റും, SMA IPOs ഇവിടെ കാണാൻ പറ്റും. സോ നമുക്ക് മെയിൻ ബോർഡ് IPOസും SMA IPOസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഓക്കെ, സോ എന്താണ് SMA IPO, അല്ലെങ്കിൽ നമുക്ക് മെയിൻ ബോർഡ് IPOസിലേക്ക് വരുന്നത്. മെയിൻ ബോർഡ് IPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെബി ആ ലിസ്റ്റ് ചെയ്യാൻ വരുന്ന കമ്പനിയുടെ മുഴുവൻ ഫിനാൻഷ്യൽസും കാര്യങ്ങളെല്ലാം അടിച്ച് കലക്കി കുടിച്ച് പഠിച്ച് ഒരു സംശയമില്ല, ഇവർക്ക് യാതൊരു ക്രമക്കേടില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുന്നതാണ് മെയിൻ ബോർഡ് IPO ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് SMA സെക്ടർ IPO എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ SMEയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നാണ്. അത് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ IPO എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു റിസ്ക് ഫാക്ടർ ഫീൽ ചെയ്യുന്നില്ലേ? ഇത് സ്മോൾ ആണ്, മീഡിയം അല്ലെങ്കിൽ സ്മോൾ അല്ലെങ്കിൽ മീഡിയമിന്റെ എന്റർപ്രൈസസ് ആണ്. ഇതങ്ങനെ വലിയൊരു കമ്പനിയോ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനിയോ അല്ല. ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ BSEയിൽ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ NSEയിൽ മാത്രമായിരിക്കാം. ഇതിന്റെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇതിന്റെ ഫിനാൻഷ്യൽസും കാര്യങ്ങളൊക്കെ NSEയോ BSEയോ മാത്രമായിരിക്കും നോക്കിയിട്ടുണ്ടായിരിക്കുന്നത്. ചിലപ്പോൾ ഇത് സെബി നോക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് റിസ്ക് ഫാക്ടർ കൂടുതലുള്ള സെക്ഷനാണ് ഈ SME
സെക്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ പിന്നെ ഒരു നമ്മൾ IPOസിന് ലോട്ട് മേടിക്കുമല്ലോ. ലോട്ട് സൈസിലാണെങ്കിൽ SMEയുടെയും മെയിൻ ബോർഡിന്റെ ലോട്ട് സൈസ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. മെയിൻ ബോർഡ് IPO ആണെങ്കിൽ അതിന്റെ ഒരു ലോട്ട് സൈസ് എന്ന് പറയുന്നത് 14,000 ടു 16,000 ഒരു 13,000 ഇടയിലായിരിക്കും ഒരു ലോട്ടിന്റെ സൈസ്. അതായത് നിങ്ങൾ IPOയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ലോട്ടായിട്ടാണല്ലോ നമ്മൾ ഇത് സ്റ്റോക്ക് മേടിക്കുന്നത്. അപ്പോൾ ഒരു ലോട്ട് എന്ന് പറയുന്നതിന്റെ വില എന്ന് പറയുന്നത് 13 ടു 16 ഇടയിലുള്ള ഏതെങ്കിലും വിലയായിരിക്കും മെയിൻ ബോർഡ് IPOസിന്റെ ലോട്ട് സൈസ് ആയിട്ട് വരുന്നത്. ഇനി SME സെക്ടർ ആണെങ്കിൽ അത് 1,00,000-നും 1,50,000 ഇടയിലായിരിക്കാം ഈ SME IPOസിന്റെ ഒരു ലോട്ട് സൈസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോക്കുകളുടെ എണ്ണം ഡെഫിനറ്റ്ലി കൂടുതലുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ പകുതി ലോട്ടായിട്ടൊന്നും മേടിക്കാൻ പറ്റില്ല. മേടിക്കുകയാണെങ്കിൽ ഒറ്റ ലോട്ടായിട്ട് മേടിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു SME IPOയിൽ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊരു 1.5 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു അതായത് വരുന്നത് പോലെ ഇരിക്കും. എനിവേ ഇറ്റ് വിൽ ബി മോർ ദാൻ 1 lakh ആൻഡ് ഇൻ ബിറ്റ്വീൻ 1 lakh ടു 1 lakh ആൻഡ് 50,000 റുപ്പീസിനിടയിലായിരിക്കും SME സെക്ടറിലുള്ള IPOസിന്റെ ഒരു ലോട്ട് സൈസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ലോട്ട് സൈസ് കൂട്ടി വെക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിന് വളരെ റിസ്ക് കൂടുതലുള്ളതാണ്. അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾ ഇതിനകത്ത് കാശ് ഇല്ലാത്ത ജനങ്ങൾ അതായത് കാശില്ലാത്ത മീൻസ് സാധാരണ പാവപ്പെട്ട ജനങ്ങളൊന്നും ഈ IPOസിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇത് റിസ്ക് ഫാക്ടർ കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇത് മേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ലോട്ട് സൈസ് വെച്ചേക്കുന്നതിന്റെ റീസൺ. ഇപ്പൊ നമ്മൾ ആൽക്കഹോളിലൊക്കെ നമുക്ക് അറിയാം കയ്പ്പ് ചേർക്കുന്നതിന്റെ റീസൺ എന്താണ്? ആൾക്കാർ കൂടുതൽ ഇതെടുത്ത് കുടിക്കരുത് എന്നുള്ളതുകൊണ്ട് പർപ്പസ്ഫുള്ളി അവര് ഭയങ്കര കയ്പ്പോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇറക്കാൻ പറ്റാത്ത രീതിയിൽ ചേർത്ത് കൊടുക്കുക എന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു രീതിയാണ് ഈ SME IPOs എന്ന് പറയുന്നത്. ലോട്ട് സൈസ് കൂട്ടൽ വെച്ചേക്കുവാണ്. ചുമ്മാ 50,000 20,000 രൂപ കയ്യിലുള്ളതിനൊന്നും SME IPOs ഇൻവെസ്റ്റ് ചെയ്യരുതെന്നാണ് സെബി പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലോട്ട് സൈസ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ IPOസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് അങ്ങനെ തീരുമാനിക്കാൻ നോക്കാം. അതിന് ഞാൻ ആ കാണിച്ച സൈറ്റ് നമുക്ക് വീണ്ടും ഒന്നുകൂടെ കാണാം. സോ ഹിയർ വി ഗോ. ദിസ് ഈസ് എ സൈറ്റ് റൈറ്റ്. സോ ഈ സൈറ്റ് നമുക്ക് നോക്കാം. ഈ സൈറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് മേടിക്കണോ വേണ്ട അല്ലെങ്കിൽ ഒരു IPOസിന് അപ്ലൈ ചെയ്യണോ വേണ്ടോ എന്ന് നോക്കുന്നത്. നമ്മൾ IPOയുടെ ഇങ്ങനെ നമ്മൾ നോക്കി വെക്കുക. അപ്കമിങ് IPOs ഇവിടെ നമുക്ക് കാണാം. അപ്പം നമുക്ക് ആദ്യം കറന്റ്ലി ഉള്ള IPOs ഒക്കെ നോക്കാം. കറന്റ്ലി ഏതാ ഇന്ന് ക്ലോസ് ആയ 3-4 IPO ഉണ്ട്. അത് നമുക്ക് അപ്ലൈ ചെയ്യണമായിരുന്നോ വേണ്ടിയായിരുന്നോ എന്ന് ഈ സൈറ്റ് നോക്കിയിട്ട് അങ്ങനെ കണ്ടുപിടിക്കണം നമുക്ക് നോക്കാം. സോ ഏതാണ് ഇത് നോക്കൂ. ഇതൊരു SME സെക്ടറിലുള്ള IPO ആണ്. ഇത് 72% GMP ഉണ്ട്. ഡെഫിനറ്റ്ലി നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഒരു 72% GMP കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബേസിക്കലി നമ്മൾ പിന്നെ കമ്പനിയെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട ഒരു ആവശ്യം പോലും വരുന്നില്ല. ഇതൊക്കെ വലിയ സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റുകൾ കേൾക്കുമ്പോൾ തന്നെ ഇവൻ എന്താണ് പറയുന്നത്, കമ്പനിയെ കുറിച്ച് പഠിക്കാത്ത കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഇത്രയും GMP കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടിയിട്ട് ഈ കമ്പനിയെ കുറിച്ച് നമുക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഈ ധനലക്ഷ്മി കോർപ്പറേഷൻ സയൻസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് 1,00,000 കൂടുതലായിരിക്കും. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടാൻ ചാൻസ് വളരെ ഇല്ല. അതാണ് മെയിൻ പ്രശ്നം. ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഈ IPOs കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് ജോബ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു ഭാഗ്യപരീക്ഷണം നടത്താം. ഇതിനെപ്പറ്റി അറിയത്തില്ല, നമ്മൾ ലോട്ടറി എടുത്ത് കാശ് കളയാതെ ഇതിനകത്തും കൂടെ ഒരു പരീക്ഷണം നടത്തി നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ധനലക്ഷ്മി 72% GMP ഉണ്ട്. ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം. ജിങ്കിൾ ക്യാംപ്സ് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം. ടോസ് ദ കോയിൻ ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം. 150% GMP. ഇതിന്റെ 83%. ഇത് 72% GMP. പിന്നെ അടുത്ത ഏതാ? സുപ്രീം ഫെസിലിറ്റി 31%. കുറച്ച് റിസ്ക് എടുക്കാനുള്ളെങ്കിൽ ഇതും അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഏതാ? പർപ്പിൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം. ഇതൊക്കെ SME സെക്ടർ ആണ് കേട്ടോ. അതുകൊണ്ടാണ് 43% അല്ല 30% കണ്ടപ്പോൾ ഞാൻ കുറച്ച് റിസ്ക് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇത് കണ്ടു. ഈ വിശാൽ മെഗാമാർട്ട് ഇതെന്ന് പറഞ്ഞ SME എന്ന് പറഞ്ഞ ടാഗ് ഇല്ലാത്തതാണ്. അതായത് ഇത് മെയിൻ ബോർഡാണിത്. മെയിൻ ബോർഡിൽ 24% ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതാ മൊബിവിക് 59% GMP ഉണ്ട്. ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുന്നതിന് ആകെ 14,000 രൂപ മാത്രം മതി. സായി ലൈഫ് IPO ഇത് മെയിൻ ബോർഡ് IPO ആണ്. സോ ഇത് എല്ലാ ഫിനാൻഷ്യൽസും കാര്യങ്ങളെല്ലാം തറവായിട്ട് നോക്കിയിട്ടാണ് ഇതിനകത്തേക്ക് ലിസ്റ്റിംഗ് വന്നേക്കുന്നത്. ഇതിന് 6% GMP കാണിക്കുന്നുണ്ട്. ഇതിനാണെങ്കിലും 14,000 രൂപയല്ലേ ഒരു ലോട്ടിനുള്ളൂ. ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല. ഇത് പിന്നെ SME സെക്ടർ ആണ്. 70% ഉണ്ട്. എന്താണല്ലോ അപ്ലൈ ചെയ്യാം. ഇതും മെയിൻ ബോർഡ് IPO ആണ്. മെയിൻ ബോർഡ് IPOയ്ക്ക് ഒരു 30% കൂടുതൽ അല്ലെങ്കിൽ ഒരു 20% കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു മെയിൻ ബോർഡ് IPOs ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മൾ 20% ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ GMP നമ്മൾ IPOയുടെ ലോട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ദിവസം വന്നിട്ട് നമ്മൾ ഈ സൈറ്റിൽ വന്നിട്ട് GMP നോക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതായത് അവസാന ദിവസവും ഒരു 20% മുകളിലുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം. ഇത് നോക്കൂ. ഇതേതാണ്? SME സെക്ടർ ആണ്. 68% ഉണ്ട്. ഇത് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഇവിടെ നമ്മൾ SME സെക്ടറിന് ഒരു 50% കൂടുതലും
മെയിൻ ബോർഡ് IPOസിന് ഒരു 20% കൂടുതലും GMB കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് എസ്റ്റിമേറ്റഡ് ലിസ്റ്റിംഗ് പ്രൈസ് അത്രയും പെർസെന്റേജ് കൂടുതൽ കാണിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഈ IPOസിന് അപ്ലൈ ചെയ്യാൻ നമ്മൾ യാതൊരു രീതിയിലും പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് പറയുമ്പോൾ ഇത് നിന്റെ അടുത്ത് ഇതിന് വല്ല തെളിവുണ്ടോടാ എന്ന് ചോദിക്കുന്ന കുറച്ച് പേരുണ്ടായിരിക്കും. സോ അതും കൂടെ നമുക്കൊന്ന് കാണാം. നമുക്ക് നോക്കൂ, നമുക്ക് പഴയതൊക്കെ ഒന്ന് പോയി നോക്കാം. സോ പണ്ട് നോക്കൂ, 5% മാത്രമേ ഇവിടെ GMB ഉള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്യില്ല. ഇതെന്ന് പറഞ്ഞ SME സെക്ടർ ആണ്, അതുകൊണ്ട് അപ്ലൈ ചെയ്ത് നമ്മൾ ഇത് വിടും. 3% നമ്മൾ അപ്ലൈ ചെയ്യില്ല, 1% അപ്ലൈ ചെയ്യില്ല, -1 ഒന്നും അപ്ലൈ ചെയ്യില്ല, 58% നമ്മൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തപ്പോൾ അതിന്റെ ലിസ്റ്റിംഗ് ചെയ്യുന്ന എത്രയാണ്? 66%. 66% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ ലാഭം ഇവര് ഈ ഒരു IPO ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഇത് 4% നമ്മൾ അപ്ലൈ ചെയ്യില്ല, 8% അപ്ലൈ ചെയ്യില്ല, 0% അപ്ലൈ ചെയ്യില്ല. ഇതൊന്ന് 106% നമ്മൾ ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം. C2C ലിസ്റ്റ് ചെയ്ത് എത്രയാണ്? 90%. 1 ലക്ഷത്തിന് മേളിൽ ലാഭമാണ് വെറും 3 ദിവസം കൊണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ അക്കൗണ്ട് ചുമ്മാ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ട്രൈ ചെയ്ത് ഇത് അപ്ലൈ ചെയ്ത് നോക്കണം. പിന്നെ എനിക്കൊരു ഇൻഫ്രോ ഇതെന്ന് പറഞ്ഞാൽ 32% GMB ഉണ്ടായിരുന്നത്. മെയിൻ ബോർഡ് IPO ആണ്, ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം. ഒന്ന് കണ്ണും പൂട്ടി അപ്ലൈ ചെയ്യാം. 42% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടി. ഇത് 46% അപ്ലൈ ചെയ്യാം. ഇത് 90% ഗെയിൻ കിട്ടി. ഇത് 103% അപ്ലൈ ചെയ്യാം, 90% ഗെയിൻ കിട്ടി. ഇത് 61% അപ്ലൈ ചെയ്യാം, 90% ഗെയിൻ കിട്ടി. ഇത് 20% നമ്മൾ വിട്ടേനേം, എന്നാലും 9% ഗെയിൻ കിട്ടി. നമ്മളത് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇത് SME ആണ്, 30ക്ക് അടുത്തേ ഉള്ളൂ. സോ കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു. കുറച്ച് റിസ്ക് എടുക്കേണ്ടവർക്ക് അത് അപ്ലൈ ചെയ്യാമായിരുന്നു. അവർക്ക് 25% കിട്ടി. ഇതിന്റെ 25% എന്ന് പറയുമ്പോൾ 25,000, 30,000, 40,000 രൂപയ്ക്കാണ്. കാരണം 1 ലക്ഷത്തിൽ കൂടുതലായിരിക്കും ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഗണേഷ് 93% ഉണ്ടായിരുന്നു. നമ്മൾ ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്തേനെ. അപ്പോഴും 90% നമുക്ക് ഗെയിൻ കിട്ടി. സോ ഇതാണ് നമ്മുടെ പാസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ കാശുണ്ട്, ഒരു ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ചുമ്മാ കാശ് വെച്ചുകൊണ്ടിരിക്കാതെ ഈ സൈറ്റിൽ പലപ്പോഴും ഒക്കെ കയറിയിട്ട് ഭാവിയിൽ വരാനുള്ള IPOs ഏതൊക്കെയാണെന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്തുകൊള്ളുക. സോ നമ്മൾ പിന്നെ ഇത് കിട്ടാനാണ് ഇത് ഏറ്റവും ബുദ്ധിമുട്ട്. പക്ഷെ ഇത് അറിയത്ത് പോലും ഇല്ലാതെ നമ്മൾ ചുമ്മാ അക്കൗണ്ടിൽ കാശ് വെച്ചുകൊണ്ടിരിക്കുന്നവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് ഇടുന്നത്. ഇതിനെപ്പറ്റി അറിയത്തില്ലാത്ത ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം നമ്മള് ജസ്റ്റ് ഗീവ് എ ട്രൈ. ഇത് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ എത്രത്തോളം കൂടുതലാണെന്ന് നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാം. ഇത് നോക്കൂ, ഈ IPOs ഒക്കെ 494 ഇരട്ടി സബ്സ്ക്രിപ്ഷൻ ആണ്. ഇത് 27 ഇരട്ടി സബ്സ്ക്രിപ്ഷൻ ആണ് ഇതിനൊക്കെ വന്നേക്കുന്നത്. സോ അതായത് ഒരു 300 ഒരാൾക്ക് 400 ഒരാൾക്കൊക്കെ ഈ IPO കിട്ടുള്ളൂ. പക്ഷെ ലോട്ടറി എടുക്കുന്നതിനേക്കാളും ഭേദമാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നത്. സോ ഇത് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ why can't you give a try? You have to try, right? നമ്മൾ എടുക്കാത്ത ലോട്ടറി അടിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അഥവാ കിട്ടിയാൽ നമുക്കെന്താണ്? 3 ദിവസമാണ് നമ്മുടെ എമൗണ്ട് ബ്ലോക്ക് ആവുള്ളൂ. വെറും 3 ദിവസം നമ്മുടെ എമൗണ്ട് ബ്ലോക്ക് ആവുന്നു. കിട്ടിക്കഴിഞ്ഞാൽ SME സെക്ടറൊക്കെ ആണെങ്കിൽ 1 ലക്ഷം രൂപയോളം നമുക്ക് ലാഭം കിട്ടും. So think about it. And if you are just placing some lakhs in your savings account, just give a try. എമൗണ്ട് തിരിച്ചു വരും. ഇത് വേറെ സിസ്റ്റം ഒന്നും അല്ല. ഇത് ഡെഫിനറ്റ്ലി ആയിട്ട് എമൗണ്ട് തിരിച്ചു വരും. സോ റിസ്ക് ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ എക്സ്പെരിമെന്റ് ഓഫ് അവർ ലക്ക്. അതായത് IPO means experiment of luck. If that IPO has a good GMB, then it is just experiment of luck. ലക്ക് ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യുക. സോ നമ്മുടെ ഈ ദിസ് വീക്കിൽ, അതായത് December 10 തൊട്ട് 20 വരെയുള്ള 10 ദിവസത്തിനിടയ്ക്ക് 5 മെയിൻ ബോർഡ് IPOs വരുന്നുണ്ട്. ഒരുപാട് SME IPOസും എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ 5 മെയിൻ ബോർഡ് IPOസിനും പോസിറ്റീവ് ലിസ്റ്റിംഗ് ഗെയിൻ തന്നെയാണ് തരാൻ ചാൻസ് ഉള്ളത്. സോ ഞാൻ 5 അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. സോ ഇതിനു മുമ്പ് നമ്മൾ IPO അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയപ്പോഴൊക്കെ നമുക്ക് ഇതേപോലെ 100%ഒക്കെയാണ് ലാഭം കിട്ടിയത്. ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗറും അതൊക്കെ. പക്ഷെ കിട്ടാനാണ് പാട്. എനിക്ക് അങ്ങനെ കുറച്ചെണ്ണം ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. സോ നമ്മൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, എസ്പെഷ്യലി SME ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കിട്ടിയാൽ ലോട്ടറിയാണ്. ഓക്കെ, ലോട്ടറി കിട്ടാനുള്ള ചാൻസ് ലക്ഷങ്ങളിൽ നിന്ന് ഒരാളാണെങ്കിൽ ഇത് 500-ൽ നിന്ന് 400-ൽ നിന്ന് ഒരാളായിരിക്കും ഇത് കിട്ടാനുള്ള ചാൻസ്. SME സെക്ടറൊക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ മെയിൻ ബോർഡ് ആണെങ്കിൽ അത്രയൊന്നും കാണില്ല. 50-ൽ ഒരാൾക്കോ അല്ലെങ്കിൽ 20-ൽ ഒരാൾക്കോ ഒക്കെ കിട്ടും. സോ ജസ്റ്റ് ട്രൈ യുവർ ലക്ക്. ആൻഡ് ഈ സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. GMB ഉണ്ടെങ്കിൽ കമ്പനിയെ കുറിച്ച് പഠിച്ച് സമയം പോലും കളയാതെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം പാസ്റ്റ് ഡേറ്റ മാത്രം നോക്കിയാൽ മതി. എവറിത്തിങ് ഈസ് പോസിറ്റീവ്. സോ ജസ്റ്റ് ബിലീവ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഞാനൊരു SEBI രജിസ്ട്രേഡ് സ്റ്റോക്ക് അനലിസ്റ്റ് അല്ല. സോ നിങ്ങളുടെ നോക്കി മാത്രം സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. That is really fun talk. Thanks everyone. Bye bye.